ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഒരിക്കൽ കൂടി നമുക്ക് മനോരഞ്ജിത പുഷ്പം വെച്ച് മരുന്ന് തയ്യാറാക്കിയേക്കാം. അതുകൂടി ഔഷധമായി സേവിച്ചു കഴിഞ്ഞാൽ സിദ്ധുവിന്റെ രോഗം പൂർണ്ണമായും ഭേദപ്പെടും. സിദ്ധുവിന്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് സൈനിങ് അതോറിറ്റിയായി ദേവികയെ ചേട്ടൻ നിയോഗിച്ചിട്ടുള്ളത്. എന്റെ നിന്റെയൊക്കെ പേരിൽ വെറും 10% ഷെയറുകൾ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഈ രേഖകൾ പ്രകാരം ഋഷിയുടെയും സിദ്ധുവിന്റെയും പേരിലുള്ള ഷെയറുകളെല്ലാം എന്റെയും നിന്റെയും പേരിലാക്കി മാറ്റപ്പെടും. അപ്രകാരമാണ് ഈ രേഖ എഴുതി തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഋഷിയും ദേവികയും ഒപ്പിടണം. അങ്ങനെ ഒപ്പിട്ട് കിട്ടിയാൽ കമ്പനിയുടെ ഭൂരിപക്ഷം ഷെയർസും എന്റെയും നിന്റെയും പേരിലാവും. മേജർ ഷെയർസ് നമ്മുടെ കൈവശം വന്ന് ചേർന്നാൽ നമുക്ക് പിന്നെ ആരെ വേണമെങ്കിലും കമ്പനിയിൽ നിന്ന് പുറത്താക്കാനുള്ള അധികാരം ലഭിക്കും. അല്ല, ഋഷിയുടെയും ദേവികയുടെ ഒപ്പ് ഈ ഡോക്യുമെന്റ്സിൽ നമ്മൾ എങ്ങനെ മേടിക്കും? ഒപ്പ് വാങ്ങേണ്ട ഉത്തരവാദിത്വം അഭിഷേകിന്. അച്ഛാ, അതെങ്ങനെ സാധിക്കും? അല്ല, ഞാൻ പറഞ്ഞ അവരെങ്ങനെ ഒപ്പിട്ട് തരും? മണ്ട, ഇത് ഷെയറുകൾ കൈമാറ്റം ചെയ്യുന്ന രേഖകളാണെന്ന് അവരോട് ഒരിക്കലും പറയരുത്. ഇതവരറിയരുത്. അവരെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയിക്കാതെ വേണം നീ അവരോട് ഒപ്പ് വാങ്ങേണ്ടത്. ബിസിനസ് സംബന്ധമായ ഒരു സാധാ ഡോക്യുമെന്റ് ആ തരത്തിൽ വേണം നീ അവിടെ ഇത് അവതരിപ്പിക്കാൻ. തന്ത്രപൂർവ്വം നീ ഇതിൽ ഒപ്പിട്ട് വാങ്ങിക്കണം. ഋഷിയും ദേവിക്ക് നിന്നെ കണ്ണടച്ചല്ലേ വിശ്വസിക്കുന്നത്. ആ വിശ്വാസം നീ മുതലെടുക്കണം. ഈ ഡോക്യുമെന്റ്സ് നീ അവരെ കാണിക്കുമ്പോ സാധാരണഗതിയിൽ അവർ ഇതേക്കുറിച്ച് കൂടുതലൊന്നും കുത്തിക്കിഴിച്ച് നിന്നോട് ചോദിക്കാൻ സാധ്യതയില്ല. ഇനി അഥവാ എന്തെങ്കിലും ചോദ്യങ്ങളുമായി അവർ വന്നാൽ അതിനുള്ള അവസരം നീ ബുദ്ധിപൂർവ്വം ഒഴിവാക്കണം. എടാ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ അവരുടെ ഒപ്പ് വാങ്ങാൻ നിനക്ക് സാധിക്കില്ലേ? ഞാൻ ശ്രമിക്കാച്ച. നോക്കിയാ പോരാ, സാധിക്കണം. ഇത് സാധിച്ചെടുത്ത നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഏത് വിധേനയാണെങ്കിലും അവരെ കൊണ്ട് ഞാനിതിൽ ഒപ്പിടിക്കു വച്ച. പിന്നെ എല്ലാം സൂക്ഷിച്ചും കണ്ടും വേണം. നിനക്കറിയാലോ. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. മോള് ചെല്ല. ഇവിടെ ഇരിക്കേ. മലക്കേ, ദേ ഫോൺ ആരോ വിളിക്കണു. വരുന്നു. ഞാൻ എടുക്കണോ? സ്വാമിയച്ഛന, നമുക്ക് കളിക്കാം. നമസ്കാരം സ്വാമിയച്ഛ. നമസ്കാരം മോളെ. പറയണം സ്വാമിയച്ഛ. അന്ന് ആ പുതിയ സെറ്റ് മരുന്നുകൾ അയച്ചു തന്ന ശേഷം എനിക്ക് ദേവികയോട് സംസാരിക്കാൻ സാധിച്ചില്ലല്ലോ. അതാ ഇപ്പൊ വിളിച്ചത്. സ്വാമിയച്ഛനെ വിളിക്കണം എന്ന് ഞാനും കരുതിയത്. പക്ഷെ ഇവിടത്തെ തിരക്കുകൾ കാരണം എനിക്കും അത് സാധിച്ചിരുന്നില്ല. ആട്ടെ, സിദ്ധുവിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ആ മരുന്നുകളൊക്കെ മുടങ്ങാതെ കൊടുക്കുന്നുണ്ടോ? കുഴപ്പമില്ല, മരുന്നുകൾ മുടങ്ങാതെ കൊടുക്കുന്നുണ്ട്. കുട്ടനിപ്പ പഴയ ക്ഷീണമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് പഴയതെന്തൊക്കെയോ ഓർമ്മിക്കുന്നുമുണ്ട്. എനിക്ക് സിദ്ധുവിനെ ഒന്ന് കാണണമെന്നുണ്ട്. മോള് സിദ്ധുവിനെ ഒന്ന് വീഡിയോ കോളിൽ കാണിക്കുമോ? അതിനെന്താ, കാണിക്കാലോ. അല്ല, കുട്ടനെ ഞാൻ കാണിക്കുമ്പോ ഇവിടുത്തെ അച്ഛനും അമ്മയും കൂടി ഒന്ന് വിളിച്ചോട്ടെ. സ്വാമിയച്ഛൻ അവരോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ അതും ആവാലോ. അതിനെന്താ, ആവാലോ. അവരെ കൂടി വിളിച്ചോളൂ. ശരി, എങ്കിൽ ഞാൻ കട്ട് ചെയ്തിട്ട് തിരികെ വിളിക്കാം സ്വാമിയച്ഛ. ആയിക്കോട്ടെ. ശരി കുട്ടാ, നമുക്കേ സ്വാമിയച്ഛനെ വീഡിയോ കോള് ചെയ്യണം. അപ്പൊ കുട്ടൻ വന്നേ, നമുക്ക് അച്ഛനമ്മയുടെ അടുത്തേക്ക് പോവാം. ഓക്കേ. ഡിങ്കുവിനെ ചേർക്കണോ? വേണ്ട, വാ.
അമ്മേ എന്താ മോളെ? അമ്മേ, മേഘമലയിൽ നിന്നും സ്വാമിയച്ഛൻ വിളിച്ചിരുന്നു. പുതിയ മരുന്ന് കൊടുത്തിട്ട് കുട്ടൻ എങ്ങനെയുണ്ടെന്ന് അറിയാനാ വിളിച്ചത്. എന്നിട്ട് സ്വാമിയച്ഛനെ കുട്ടനെ വീഡിയോ കോളിൽ കാണണമെന്നും പറഞ്ഞു. നീ എന്നിട്ട് കാണിച്ചു കൊടുത്തോ? ഇല്ല, ഞാൻ കരുതി ആ കോളില് അച്ഛനെയും അമ്മയും കൂടി ഉൾപ്പെടുത്താമെന്ന്. നിങ്ങൾക്കും സ്വാമിയച്ഛനോട് സംസാരിക്കാമല്ലോ. അതുകൊണ്ട് സ്വാമിയച്ഛനോട് ഞാൻ തിരികെ വിളിക്കാമെന്ന് പറഞ്ഞു. നമുക്കൊരുമിച്ച് സ്വാമിയച്ഛനെ വിളിച്ചാലോ? അതിനെന്താ, വിളിക്കാലോ. ഉം. കുട്ടനെ കുറിച്ച് സ്വാമിയച്ച എന്താ പറയുന്നതെന്ന് ഞങ്ങൾക്കും കൂടെ കേൾക്കാമല്ലോ. അതെ മോളെ, മോള് വിളിക്ക്. ആ ശരി. സ്വാമിയച്ച, ഇവിടെ എല്ലാരും ഉണ്ട്, ഞാൻ കാണിക്കാം. നമസ്കാരം. നമസ്കാരം. എവിടെ? സിദ്ധുവിനെ ഒന്ന് കാണിച്ചേ. ആ ഹായ്. കുട്ടനെ വ്യക്തമായി കാണാമോ? ഉവ്വ് കാണാം. കുട്ടന് ഞാൻ പറയുന്നത് കേൾക്കാമോ? കുട്ടന് സുഖമാണോ? സുഖ. കുട്ടനോട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കട്ടെ? ആ ചോദിച്ചോ. സിദ്ധുവിനെ കണ്ടിട്ടും സംസാരിച്ചിട്ടും എനിക്കിപ്പോ വളരെ പോസിറ്റീവായിട്ടാ തോന്നുന്നത്. സിദ്ധുവിന് നല്ല പുരോഗതി കാണുന്നുണ്ട്. സ്വാമിയച്ച, ഞാൻ പറഞ്ഞില്ലേ, കുട്ടൻ ഇടയ്ക്കിടയ്ക്ക് കുറെ തവണ ഓർമ്മ തിരിച്ചു കിട്ടിയതാ. പക്ഷെ കിട്ടുന്ന ഓർമ്മകളൊക്കെ അപ്പൊ തന്നെ കുട്ടനിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നു. അതെല്ലാം പെട്ടെന്ന് തന്നെ മറന്നു പോവാ. ഓർമ്മകൾ ഇടയ്ക്കിടെ തിരികെ കിട്ടുന്നുണ്ടല്ലോ, അതൊരു നല്ല ലക്ഷണമാണ്. ഇപ്പോ മറന്നു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ട. പതിയെ പതിയെ കിട്ടുന്ന ഓർമ്മകൾ ഉറച്ചു നിൽക്കുന്ന സ്ഥിതി ഉണ്ടാവും. ഏതായാലും ഇത് നല്ലൊരു ഡെവലപ്മെന്റാ. അസുഖം പൂർണ്ണമായും ഭേദാകുന്നതിനായി ഇനി ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വരുമോ സമയച്ച? ഏയ്, അധികം കാത്തിരിക്കേണ്ടിയൊന്നും വരില്ല. ഏറെ വൈകാതെ തന്നെ സിദ്ധുവിന്റെ അസുഖമൊക്കെ മാറി പഴയ സിദ്ധുവായി തിരികെ വരും. വെളുത്തവാവ് അടുത്തു വരികയാ. ഈ വരുന്ന വെളുത്തവാവ് ദിവസം ഞാൻ എങ്ങനെയും ആ മനോരഞ്ജിത പുഷ്പം അവിടേക്ക് എത്തിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് മനോരഞ്ജിത പുഷ്പം വെച്ച് മരുന്ന് തയ്യാറാക്കിയേക്കാം. അതുകൂടി ഔഷധമായി സേവിച്ചു കഴിഞ്ഞാൽ സിദ്ധുവിന്റെ രോഗം പൂർണ്ണമായും ഭേദപ്പെടും.